ഇടയ്ക്ക് എന്താ പറയുക ഒരു ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് എന്ന് പറഞ്ഞു. ചോറ്റാനിക്കരയിലൊക്കെ പോയിട്ടുണ്ടല്ലേ? ചോറ്റാനിക്കര പോയിട്ട് അവിടുത്തെ വലിയ ഗുരു ഇരുന്നിട്ടൊക്കെ ഉണ്ട്, ഗുരുതിയിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വിശ്വാസം എനിക്കുണ്ട്. ചിലക്ക് വിശ്വാസം ഇല്ലാത്തവരുണ്ട്, എന്നാലും നമുക്ക് അനുഭവം കൂടെ കേട്ടിട്ടുണ്ട്. അത് ഗോഷ്ഠിയാണ്, വേറെ എന്താ കാരണമാണ് എന്ന് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ട്, ദൈവത്തിനോട് വിശ്വാസം ഉണ്ട്. അപ്പം അത് ചെറുപ്പത്തിലായിരുന്നു. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യോ, നമ്മളെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ശക്തി കയറിയതുപോലെ? നമുക്കിപ്പോ പ്രേതം കൂടുക എന്നൊക്കെ ആൾക്കാർ പറയില്ല, അതുപോലെ ദേവിയുടെ ഒരു സാന്നിധ്യം നമ്മുടെ എന്തോ ഒരിത് ഇപ്പത്തെ പറയുകയാണെങ്കിൽ എഫക്റ്റ് എന്തോ സാധനം കയറുന്ന പോലെ തോന്നുന്നില്ല. നമുക്ക് നല്ല ശക്തി ഉണ്ടാവും. ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയില്ല. നമുക്ക് എന്താ മൈൻഡ് മൊത്തം ഇതായി പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് കൂട്ടും നമുക്ക് തന്നെ അറിയില്ല എന്താന്ന്. അങ്ങനെ വെളിച്ചപ്പാടിന്റെ ദേഹത്ത് ദേവി കയറുമല്ലോ, അമ്പലങ്ങളിൽ വെളിച്ചപ്പാടിന്റെ ദേഹത്ത്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ദേവി ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അതുപോലെയാണോ ഫീൽ ചെയ്തിട്ടുള്ളത്? പക്ഷെ അവിടുത്തെ അമ്പലത്തിൽ വെളിച്ചപ്പാട് ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ടാണ് വന്നേന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ഇപ്പൊ ഇല്ല. 8 വർഷത്തോളം അത് ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് പഠിച്ചപ്പോഴാണ് സാധനം ഉണ്ടായത് എനിക്ക്. പിന്നെ അത് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്താ മാറിയെന്നും പറയാൻ തോന്നുന്നു. എന്നാലും എല്ലാവരും പറയും മാറൂല്ലെന്ന് ചില പറഞ്ഞേക്കാം. അങ്ങനെ പോകുന്ന സാധനമൊന്നും അല്ല. സാധനം കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇടയ്ക്കും പിറക്കൊക്കെ കയറും. അത് കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും കയറും എന്ന് പറഞ്ഞേക്കാം. അപ്പൊ നമുക്കറിയാം. ഇപ്പൊ പോയപ്പോ അധികം പണ്ടത്തെ പോലെ പ്രശ്നമൊന്നുമില്ല. പണ്ട് എന്താ പറയണ്ടേ, നല്ല രീതിയിൽ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഒരു പാട്ട് കേൾക്കണോ, അല്ലെങ്കിൽ ശിവന്റെ അമ്പലത്തിൽ പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കും. കുറവുണ്ട്, സ്വയം നിയന്ത്രണം വിടുന്ന ഒരു അവസ്ഥ വരെ തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണതെന്നും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, നമുക്ക് കാരണം പലതല്ലോ. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ എന്റെ മൈൻഡ് മൊത്തം മാറും.